ഹായ് ഹലോ PSC സ്മാർട്ട് സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ. കാരണം കൺഫർമേഷനൊക്കെ കിട്ടി ഹോൾ ടിക്കറ്റൊക്കെ ആകുന്ന സമയത്ത് പഠിച്ചു തുടങ്ങാമെന്ന് കരുതുന്ന പലരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. എൻ്റെ അറിവിൽ ഈ ഒരു ടൈമിലും പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്തവരും ഉണ്ട്. കാരണം അവർ ആ ഒരു കുറച്ച് ടൈമിലേക്ക്, ആ ഒരു കുറച്ച് പീരീഡിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോക്കസും അവരുടെ ഒരു കൺസിസ്റ്റൻസിയും ആണ് അവർക്ക് ആ എക്സാം വിജയിക്കാനായിട്ട് അവരെ സാധിച്ചിട്ടുള്ളത്. അവരെങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം അവരുടെ കയ്യിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, നമുക്കിനി വേറെ സമയമില്ല എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് കിട്ടുന്ന സമയം മുഴുവനും അവർ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തി. ഈ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം നമ്മുടെ കയ്യിൽ ഒരുപാട് ടൈമില്ല, അപ്പോൾ എന്തെല്ലാം പഠിച്ചാൽ മാത്രമേ എനിക്ക് ആ ഒരു എക്സാം കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു കുറച്ച് ടൈം പീരീഡിനുള്ളിൽ പഠനം ആരംഭിച്ചിട്ടുണ്ടാവുക. ആദ്യമായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊരു 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും PSCയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഹോട്ട് ടോപ്പിക്സുകളും പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത് കൊണ്ടുള്ള 2 ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് തറവായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഫുൾ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് കൂടി കവർ ചെയ്യുകയാണ്. പിന്നെ ഡെയിലി അവർ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും കൂടി ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് റാങ്ക് ഫയൽ പഠിക്കാത്തവരുണ്ട്. പ്രത്യേകിച്ച് അവർ കോച്ചിങ്ങിന് പോകാതെയും അവർ സ്വന്തമായിട്ട് അവരുടെ സ്വന്തം റിസ്കിൽ അവർ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അവർ ഈ ഒരു പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ഹോട്ട് ടോപ്പിക്സുകളെ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റും കറണ്ട് അഫയേഴ്സും ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിജയിക്കാനായിട്ടുള്ളൊരു സാധ്യത കൂടും. നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ ഒരു കുറച്ച് പീരീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാക്സിമം റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഈ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്തവർ പറയുന്നത് നമുക്കിതൊന്നും വളരെ പ്രയാസമുള്ളൊരു കാര്യമല്ല. സത്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി പഠിക്കുന്ന കാര്യങ്ങളായാൽ കൂടിയും അത് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ 2 hours 40 days ചലഞ്ചിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സുകൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയ് മന്തിൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ എന്ന് പറയുന്നത് റിവിഷൻ ഡേ 3 ആണ്. റിവിഷൻ ഡേ 3യിലെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സും മലയാളം PYQവും തൂലിക നാമങ്ങളും അപരനാമങ്ങളും അതുപോലെ തന്നെ ദൃശ്യകലകളും ശ്രവ്യകലകളും എന്നുള്ളതാണ്. ഈ ടോപ്പിക്സിന് പുറമേ തന്നെ നിങ്ങൾ മാക്സിമം ഷോർട്ട് ടോപ്പിക്സുകൾ, അതായത് ഹോട്ട് ടോപ്പിക്സുകൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ 2 hours ചലഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ടോപ്പിക്സുകളെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു റിവിഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി സമയം ഒട്ടും തന്നെ ഇല്ല. നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളും സമയവും നമ്മൾ മാക്സിമം വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊരു ഹൈ കോമ്പറ്റീഷനായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളൊരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നേടി നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അവസരങ്ങൾ എപ്പോഴും കിട്ടണമെന്ന് ഇല്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന അവസരങ്ങളെ നമ്മുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചെറിയൊരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് എവിടെ കിട്ടിയാലും നിങ്ങളത് വായിക്കാനായിട്ട് ടൈം കണ്ടെത്തുക. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ കായികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ ലഹരി ഉപയോഗത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള കുറേ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങളൊന്ന് വായിക്കാനായിട്ട് സമയം കണ്ടെത്തുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വായിക്കാനായിട്ട് നോക്കുക. അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങൾ ഡെയിലി നോക്കി പോവുക.
നമുക്ക് എന്തായാലും വിജയിച്ചേ പറ്റൂ. അപ്പോൾ നമ്മളുടെ ആ ഒരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് മറന്നുപോയി, എനിക്ക് സമയമില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് നമ്മൾ എടുക്കാണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റും. നമ്മളൊരു പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ കാണുക. നമ്മുടെ പലരും പല അവസ്ഥകളിൽ ജീവിക്കുന്നവരുണ്ട് അല്ലേ? നമ്മുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ അവസ്ഥയിലൊരു മാറ്റം വരണമെന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കവരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കണം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ പഠിച്ചു, നമുക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കയറിയിട്ടും നമുക്ക് ജോലി കിട്ടുന്നില്ല, അതൊക്കെ വേറൊരു വശം മാത്രമാണ്. നിങ്ങൾ പഠനത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നോ പെയിൻ നോ ഗെയിൻ. നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് കരുതി ആരും ഇരിക്കരുത്. നല്ലപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക.